എല്ലാവർക്കും നമസ്കാരം. ഈ ഷാനവാസും നെവിനും തമ്മിലുള്ള ഇഷ്യൂ എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് പറയണ്ട, കുൽസിതമാണ്. ഷാനവാസിനെ നെവിൻ കയറി പിടിച്ചു എന്ന് ഷാനവാസിന് ഫീൽ ചെയ്തു എന്നുള്ള ഒരു സംബന്ധമായിട്ടുള്ള വിഷയമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഷാനവാസിനൊപ്പമാണോ അതോ നെവിനൊപ്പമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. പക്ഷെ ഷാനവാസ് റീസെന്റ് നെവിന്റെ അടുത്തുള്ള ആ ഇഷ്യൂമായി ബന്ധപ്പെട്ട് നെവിന്റെ അടുത്ത് സോറി പറഞ്ഞ് ആ വിഷയം തീർക്കുകയാണ്. എനിക്ക് അത് കണ്ടപ്പോൾ എവിടെയോ ഒരു 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 എന്താ ഇങ്ങനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. സത്യം പറഞ്ഞ സീരിയസ്ലി തോന്നിപ്പോയി. എന്തായാലും ഷാനവാസ് ആദ്യം കട്ടയ്ക്ക് നിന്നതാണ്. പിന്നെ ചിലപ്പോൾ ഉള്ളിൽ തോന്നിക്കാണും, ഇനി അവന്റെ ക്യാരക്ടറിനെ ഞാൻ നശിപ്പിക്കണ്ട, അല്ലെങ്കിൽ അവനെ ഇത്രയും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിട്ട് നാറ്റിക്കണ്ട, ഇനി അവനെ നശിപ്പിച്ച് നാറാണത്താക്കണ്ട എന്നുള്ളൊരു തോന്നല് ഒരു പക്ഷെ ഷാനവാസിന് സ്വയമേ തോന്നിക്കാണും. ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കണം പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇനി അവനെ ഞാനായിട്ട് ഇട്ടുകൊടുക്കുന്നില്ല എന്ന് ചിലപ്പോൾ ഉള്ളിൽ തോന്നിയിട്ടായിരിക്കണം ഷാനവാസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി ഒരു തീരുമാനം എടുത്തെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം താൻ കാരണം ഒരാളുടെ കരിയറും ജീവിതവും ഒന്നും തൊലഞ്ഞ് തരിപ്പണം ആകണ്ട എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കണമല്ലോ. എന്തായാലും ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് അതാണ് പിടികിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രൊമോയിലും ഷാനവാസ് നെവിന്റെ അടുത്ത് ആ പ്രശ്നം പറഞ്ഞ് സോറി പറഞ്ഞ് തീർക്കുന്ന ഒരു സെറ്റപ്പ് കാണാനിടയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസത്തെ മൊത്തത്തിൽ എന്തോ ഒരു ടാസ്ക് പോലെ പരിപാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ, നിങ്ങൾ സ്വയമേ കണ്ടെത്തിയ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി സംഭവമാണ്. അതായത് ഇപ്പൊ എന്റെ തെറ്റ്, ഞാൻ ചെയ്ത ഏതോ ഒരു കാര്യം എനിക്ക് തെറ്റായിട്ട് പിന്നെ തോന്നി, അങ്ങനെ പശ്ചാത്താപത്തിന്റെ ഒരു മുൾമുനയിൽ നിൽക്കുന്ന ഒരു സംഭവം പോലത്തെ സാധനം ടാസ്ക് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊമോ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പ്രൊമോ ഒന്ന് കൊടുക്കാം. ഓക്കെ, സ്വയമേ ഒന്ന് വിലയിരുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാധനം ലാലേട്ടൻ തുടങ്ങുന്നത്. അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ അവരായത്തനങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വയമേ ഞാൻ വിലയിരുത്തി, ഞാൻ തന്നെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് പറഞ്ഞ് പരിഹരിക്കാനുള്ളൊരു സെറ്റപ്പാണ്. കൊള്ളാം, എനിക്ക് ആ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഷാനവാസ് അവിടെ മാപ്പ് പറയുന്നുണ്ട്. മാപ്പ് പറയുന്നതിന്റെ റീസൺ ഞാൻ ഈ പറഞ്ഞത് മാത്രമായിരിക്കണം. കാരണം അവന് മോശം അനുഭവം ഉണ്ടായിട്ടാണല്ലോ അവൻ പബ്ലിക്കിന്റെ മുന്നിലേക്ക് അത് വിളിച്ചു പറഞ്ഞത്. ഏത് ഷാനവാസിന് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായതും അതിനെ തുടർന്ന് അത് ആളിക്കത്തി വൻ വിഷയമായി. പക്ഷെ ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് തിരിഞ്ഞു നോക്കില്ല. നെവിൻ വന്ന നേരം മുതൽ വെയിറ്റ് ഇട്ടിരുന്ന് നോക്കി, സങ്കടമൊക്കെ അഭിനയിച്ചിരുന്ന് നോക്കി. ലാലേട്ടൻ തിരിഞ്ഞു നോക്കില്ല, പോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിട്ട്. എന്നിട്ട് പറഞ്ഞ് കുൽസിതവും ഈ മറ്റേ കമ്മ്യൂണിറ്റി പരിപാടിയൊന്നും കൊണ്ട് ഇറങ്ങണ്ട എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയാതെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കി പ്രൊമോ കാണാം. ശൈത്യ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിരിച്ചുപോയി ലാലേട്ട. അതിന്റെ എനിക്ക് ഭയങ്കര വിഷമാണ്. ഓക്കെ, ആര്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒന്ന് വിലയിരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യ അന്ന് തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവനൊന്ന് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം അത് അവന് ഭയങ്കര റിഗ്രറ്റായെന്ന് പറഞ്ഞ് അവന്റെ അനുഭവം പറഞ്ഞു തീർക്കുന്നുണ്ട്. അടുത്ത് ബിന്നി നോക്കാം. പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ തിരുത്തണമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറഞ്ഞ് ബിന്നിയെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ബിന്നി പറയുന്നത്. അത് അകത്ത് മാത്രമല്ല, പുറത്ത് ജനങ്ങൾ അടക്കം ബിന്നിയെ കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അപ്പൊ അതടക്കം തിരുത്തി സ്വയമേ ഒന്ന് ക്ലെൻസ് ചെയ്ത് വരണം എന്നുള്ള ചിന്തയിലാണ് ബിന്നി എന്നാണ് പറയുന്നത്. ഓക്കെ, ഏറ്റവും കയ്യടി കിട്ടിയ ഒരു ക്ലെൻസിങ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ഷാനവാസിൻ്റെത്. ഷാനവാസ് പറയുന്നത് കേട്ടല്ലോ, ഞങ്ങളുടെ സുഹൃത്തായ നെവിന്റെ ആ ഇഷ്യൂ, അതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നു. അത് ഷാനവാസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഷാനവാസിനോട് ദേഷ്യം തോന്നി, ഇവ എന്താണ് നിലപാടില്ലാത്ത മാറ്റി പറയുകയാണെന്ന്. പക്ഷെ അവിടെ ഒരു പോയിന്റ്, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അതായത് താൻ കാരണം ഒരുത്തന്റെ കരിയറും ഇമേജും ഫുള്ള് തകർന്ന് തരിപ്പണമാകും. അതായത് ഈ നെവിനെ ആണുങ്ങളടുത്ത് അടുപ്പിക്കാൻ കൊള്ളാത്തവൻ എന്നുള്ളൊരു ഇമേജ് പുറത്ത് വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടായിരിക്കണം ഇപ്പോൾ ഷാനവാസ് ഇതിങ്ങനെ മാറ്റി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഷാനവാസ് ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും ഈ നെവിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നെവിനെ അത് ഒരുപാട് ബാധിക്കും. ഓക്കെ, അവൻ തെറ്റുകാരനാവാം, എന്തുമാവാം. പക്ഷെ ഞാൻ അവനോട് ആ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ നന്നായി കണ്ടേക്കാം എന്നുള്ള ചിന്ത ഉള്ളിൽ സ്വയമേ തോന്നിക്കാണും. ഇതിങ്ങനെ വിളിച്ച് പറയേണ്ട ആയിരുന്നു എന്നും ചിലപ്പം സ്വയം ഉള്ളിൽ തോന്നിക്കാണും. അതായിരിക്കണം ഷാനവാസ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജനങ്ങളുടെ മുന്നിൽ നാറിയാലും അല്ലെങ്കിൽ എന്നെ ജനങ്ങൾ കല്ലെറിഞ്ഞാലും കുഴപ്പമില്ല, അവൻ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വയം ചിലപ്പോൾ തോന്നിക്കാണും. മേ ബി അതായിരിക്കണം ഒരു റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. വേണ്ടായിരുന്നു തോന്നിയത് ഓഫ് കോഴ്സ് അത് വേറെ ആയിട്ടുമല്ല, ഷാനവാസ് തന്നെയാണ്.
ഓക്കെ, ഈ നെവിനും അതേപോലെ ഷാനവാസുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു. മറ്റേ മല്ലിയിലെ കപ്പ് വല്ലതും ആയിരിക്കും, എനിക്കറിയില്ല. അതാണ് ഈ ഒരു വിഷയമാണോ എന്താണെന്ന് അറിയില്ല. എങ്കിലും അവർ പരസ്പരം ഇതെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് സോൾവ് ചെയ്തു എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ നെവിൻ പറയുന്ന കാര്യങ്ങളിൽ കള്ളമുണ്ടെന്ന് പറയാനുള്ള കാരണം ഇവൻ മറ്റേ സ്ത്രൈന്യതയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവൻ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പറയുന്നത്. ഇവൻ LGTV-യിലൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. LGTV-യിലല്ലേ LGBTQ. ഇതിപ്പോ പറഞ്ഞു LGTV എന്നായും വായിക്കാത്ത. ഓക്കെ, അതിലൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവന്റെ ഫ്രണ്ടായിട്ടുള്ള അഭിലാഷും ജാൻമണി അടക്കം ഉള്ളവര് ഇന്റർവ്യൂവിൽ ഇന്നലെ പറഞ്ഞ ക്ലിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് LGTV-യിലുള്ളതാണ്, LGBTQ-യിലുള്ളതാണ്. അതുപോലെ തന്നെ അവൻ ഗേ ആണെന്നും പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് നെവിൻ അകത്ത് വന്നിട്ട് ഷാനവാസിന്റെ ആ ഒരു ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉൾട്ടയടിച്ച കളി കളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഷാനവാസ് പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ട്. ഷാനവാസ് പറഞ്ഞതാണ് സത്യമെന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നും, അല്ലെ? ഷാനവാസ് പറഞ്ഞത് സത്യമാവുന്ന രീതിയിലാണല്ലോ നെവിന്റെ പെരുമാറ്റം. പിന്നെ അവൻ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ അടക്കം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷാനവാസിനൊപ്പം നിൽക്കാൻ തന്നെയാണ്. പക്ഷെ അവന്റെ വലിയ മനസ്സായിരിക്കാം ഒരു പക്ഷെ ഇനി പുറത്ത് ഇവനെ മാറ്റിക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ടാവണം ഷാനവാസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്ത സാവുമോന്റെ അടുത്താണ് ലാലേട്ട സംസാരിക്കുന്നത് കണ്ടുപോവുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. സാവുമോന്റെ അടുത്ത് ഹലോ എപ്പോ വന്നു, അത് അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സംസാരം. ഇനി ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. ആദിലെ പലരും കുറ്റം പറയുന്നു, എന്നാൽ അവൾ ജീവിക്കുന്ന കഷ്ടപ്പാടിന്റെ 1% പോലും കാണിക്കുന്നില്ല. നൂറയും അതിലും നല്ല മകളാണ്. റിയലി ദേ ആർ ജെന്യൂൻ. അത് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതില് ഒരുപാട് ജെന്യൂൻ ആയിരുന്നു വന്ന സമയത്തൊക്കെ. പിന്നെ സ്വയമേ കുത്തിത്തിരിപ്പിലോട്ടും ഈ കട്ടപ്പ പരിപാടിയൊക്കെ തോന്നി, അത് തുടങ്ങി നിലപാടില്ലാത്ത രീതിയിലോട്ടൊക്കെ പോയി. ഷാനവാസ് നെവിൻ പ്രശ്നം ഇങ്ങനെ തീരേണ്ട വിഷയമായിരുന്നു. അതിനെ നേരെ ആദിലയുടെ തലയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനെ മറ്റൊരു തലത്തിൽ എത്തിച്ചു. എന്തായാലും ഇത് ഇങ്ങനെ തീരാൻ അവസരം ഒരുക്കിയ ബിഗ് ബോസ് ടീമിന് ഒരുപാട് നന്ദി. ഷാനവാസ് നെവിൻ വിഷയം നല്ല രീതിയിൽ അവസാനിച്ചതിൽ സന്തോഷം. ഇരുവരും ഉള്ളതൊക്കെ അവസാനിപ്പിച്ച് പുതിയ വഴികൾ, മികച്ച ഗെയിം കളിക്കാൻ എല്ലാവർക്കും എന്റെ ആശംസകൾ. കമന്റ് ബോക്സ് ഒക്കെ നന്മപരമായി മാറിയടേ. സത്യം ചെയ്തതൊക്കെ ഏറ്റുപറയാനും പിന്നീട് സങ്കടമായി എന്ന് തോന്നുന്ന ഒരു മനസ്സ് വേണം. ഇനി ബാക്കി പൂരം 51 ഡേ തൊട്ട് ആരംഭിക്കുകയാണ്. ഷാനവാസിനെയും നെവിനെയും ഇത് തന്നെയാണ് നല്ലത് രീതിയിൽ കളിക്കട്ടെ. ഓക്കെ, നിങ്ങൾ സോൾവ് ആയിട്ട് ആ പ്രശ്നം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലാതെ സോൾവ് ആയി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷെ നെവിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളിന്റെ അടുത്ത് പെരുമാറുന്ന സമയത്ത് അവരുടെ കൺസെന്റ് ഇല്ലാണ്ട് അവരുടെ ദേഹത്ത് തൊടാതെ ഇരിക്കുക. പലതവണ ഗിസേലിന്റെ ശരീരത്തിൽ തൊടുന്ന രീതികൾ ഞാൻ കണ്ട് എനിക്ക് ഒരുമാതിരി തോന്നിയിട്ടുണ്ട്. സീരിയസ്ലി ഈ കൺസെന്റ് ഇല്ലാണ്ട് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കയറി പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ രീതി അങ്ങനെ ആയിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ മറ്റു ഇന്റൻഷൻ ഇല്ലാതെ ആയിരിക്കാം അങ്ങനെ ചെയ്തത്, എന്നാലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ ഒരാളുടെ ദേഹത്ത് തൊടുമ്പോൾ ആ രീതിയിൽ തൊടുക, അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ എടുക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ സ്വഭാവവും രീതിയൊക്കെ അറിയായിരിക്കും. അല്ലാതെ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. നമ്മൾ കൂടുതൽ അങ്ങോട്ട് കുഴഞ്ഞു കൊഞ്ചാ നിൽക്കാതെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ എല്ലാത്തിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ചീത്ത പേര് കേൾക്കേണ്ട ഒരു കാര്യവും വരൂല. ഇനി വേറെ കമന്റ് വായിക്കാം. ബിന്നി എല്ലാവരെയും നന്നായി മനസ്സിലാക്കുന്നുണ്ട്, അത് അവരുടെ നോമിനേഷനിൽ കണ്ടാൽ അറിയാം. ഓക്കെ, ഓരോ പ്രശ്നവും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ബിഗ് ബോസ് ടീമിന് ഇരിക്കട്ടെ കയ്യടി. അതിനെ മറ്റൊരു തലത്തിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഷാനവാസ് നെവിൻ പ്രശ്നം ഇങ്ങനെ തീരേണ്ട വിഷയം അല്ലായിരുന്നോ? പുതിയ വഴികൾ, മികച്ച ഗെയിം കളിക്കാൻ എല്ലാവർക്കും ആശംസ. ദിയാസന പറഞ്ഞതുപോലെ തന്നെ ഡേ 50 റെന എവിക്റ്റഡ്. ഓക്കെ, ദിയാസന അങ്ങനെയൊക്കെ പറഞ്ഞു, അധികം കണ്ടില്ല കേട്ടോ. അങ്ങനെ റെന പോയിട്ടുണ്ട്, അതിലെ കൂടെ പോയെന്ന് അറിയില്ല. അങ്ങനെ കമന്റ് ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടും തിരിഞ്ഞു മറിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഷാനവാസ് നെവിൻ വിഷയം ഇങ്ങനെ തീർന്നത് നന്നായി എന്നുള്ള രീതിയിലൊക്കെ എല്ലാം നല്ല രീതിയിൽ തീരട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇനിയാണ് സത്യം പറഞ്ഞ കളി തുടങ്ങുന്നത്. ചീത്തവിളിയുടെ, ബഹളത്തിന്റെ, അടിയുടെയും പൊടിയുടെ വെടി പൂരമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ലാലേട്ടാ, എന്തെങ്കിലും അനുമോളെ കുറ്റം പറയാതിരിക്കൂ. ദൈവമേ, അത് അനുമോളെ ഇന്നും കുറ്റം പറയൂ. ദൈവത്തിനറിയല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം. ബൈ.